പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പോഴുള്ള കലാലയ ജീവിതം നാം കാണുമ്പോൾ കഴിഞ്ഞുപോയ നമ്മുടെ കലാലയ ജീവിതം നാം ഓർത്തു പോവുകയാണ്. നാം പഠിച്ച കോളേജിലെ അനേക സ്വപ്നങ്ങളും പേറിക്കൊണ്ട്, അനേക സൗഹൃദങ്ങളും പേറിക്കൊണ്ട് നാം വിഷമത്തോടെ ഇറങ്ങി വന്ന ആ കലാലയ ജീവിതത്തെ നാം ഒന്ന് സ്മരിക്കുന്നത് ആവശ്യമാണ്. ഇടയ്ക്കൊന്ന് സ്മരിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ മനസ്സു നിറയെ കുളിരുമായി കാമ്പസിലൂടെ നടന്ന നമ്മൾ പരീക്ഷകളും കണ്ടെത്തി മാർച്ചിൻ്റെ വരണ്ട കാറ്റിനെക്കുറിച്ച് ഓർക്കുന്നില്ലേ? മനം മുട്ടുന്ന സ്വപ്നങ്ങളും താലോലിച്ച് നടക്കുമ്പോൾ ഇവിടെ നിന്നും പടിയിറങ്ങുന്ന ദിവസത്തെക്കുറിച്ച് നാം ഓർക്കാറില്ല. ഹൃദയങ്ങളിൽ മധുരം പേറുന്ന നൊമ്പരങ്ങളുമായി ശേഷിപ്പിലാണ് നമ്മുടെ കലാലയ ജീവിതം അവസാനിക്കുന്നത്. എപ്പോഴും വികാരവിധമായ കണ്ടമിടറി, ശബ്ദം പതറി, മിഴികൾ നനയും. എന്നാലും കാലം നമുക്ക് കരുതിയ സമയം അവസാനിച്ച് കഴിയുമ്പോൾ നമ്മൾ വിങ്ങലോടെയാണെങ്കിലും ആ കലാലയ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങേണ്ടതാണ്. അന്നുള്ളൊരു ജീവിതം ഇന്നത്തെ പോലെയുള്ള കലാലയ ജീവിതമല്ല. ആ ഓർമ്മ പുസ്തകം അതെ വസന്തങ്ങളുടെ ഒരനുഭവമായിട്ട് നമുക്ക് മാറിയ സ്വപ്നം വേർപിരിയലിൻ്റെ നിമിഷങ്ങളിൽ നമുക്കൊരു മുതൽക്കൂട്ടായിരിക്കും എന്ന് നാം ഓർത്തു വെക്കുവാൻ, വല്ലപ്പോഴുമെങ്കിലും ഒന്ന് ഓർക്കുവാൻ വേണ്ടി നമ്മുടെ കലാലയ ജീവിതം അവിടെ നമ്മൾ പടിയിറങ്ങുമ്പോൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുവാൻ നമുക്ക് കഴിയും. തിളയ്ക്കുന്ന ഓർമ്മകളുടെ സാക്ഷാത്കാരം സ്വപ്നത്തിൻ്റെ വിലയിരുത്തലായി നൽകുന്നു. വാദങ്ങളില്ലാതെ ഒത്തിരി ഇഷ്ടത്തോടെ നാം ആ പടിയിറങ്ങുമ്പോൾ നമുക്ക് സങ്കടത്തിൻ്റെ കടലായി മാറുകയാണ്. ഇപ്പോഴുള്ള കലാലയ ജീവിതം കാണുമ്പോൾ കലാലയത്തിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നാം കഴിഞ്ഞു പോയ കലാലയ ജീവിതത്തെപ്പറ്റി ഓർത്തു പോവുകയാണ്. നല്ലൊരു ജീവിതാനുഭവമായിരുന്നു ആ കലാലയ ജീവിതം. നമ്മൾ ഓരോരുത്തരും ഓർത്തു നോക്കുക, പുറകോട്ട് ചിന്തിക്കുക. ഇന്നത്തെ പോലെ അല്ലായിരുന്നു. നല്ല സൗഹൃദ ബന്ധങ്ങളും ഇപ്പോൾ സ്വന്തം കാര്യം നോക്കി എല്ലാവരും പോകുന്ന ഒരു ജീവിതമാണ്. ഇപ്പോൾ എല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെട്ട വഴികളെ പോകുന്നു. സൗഹൃദ ബന്ധങ്ങൾ പഴയതുപോലെ ഇല്ല. എന്നാൽ അന്നത്തെ ഒരു കലാലയ ജീവിതം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് നമുക്ക് ചിന്തിക്കുന്നതിലപ്പുറമാണ്. ഇടയ്ക്ക് ആ ജീവിതം നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞു?